നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ദൈവം ചെയ്യിക്കുന്നതിന്റെ പേര് അത്ഭുതം. അതിന്റെ ആദ്യത്തെ പടി സുബോധമാണ്. രണ്ടാമത്തെ പടി എഴുന്നേൽക്കാണ്. എഴുന്നേൽക്കുക. അത് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നാകാം, കുറ്റബോധത്തിൽ നിന്നാകാം, അശുദ്ധിയിൽ നിന്നാകാം, അന്ധകാരത്തിൽ നിന്ന്. പിന്നീട് ഒരു അനുതാപമാണ്, ഒരു നിലവിളിയാണ്, ദൈവമേ തെറ്റുപറ്റി. പിന്നെ ഒരു ഏറ്റുപറച്ചിലാണ്, പിന്നെ ഒരു രമ്യതയാണ് ദൈവവുമായി. പിന്നീട് അത് ഒരു പാപ പ്രായശ്ചിത്തമായി, പിന്നെ പരിഹാരമായി, പരിഹാര ബലിയായി മാറുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എന്റെ ദൈവം എന്നെ എവിടെ എത്തിക്കുമെന്ന് എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം അത് വാക്ക് മാറിയാലും ദൈവം അവിടെ എത്തിച്ചിരിക്കും. ഹല്ലേലൂയാ. വിളിച്ചത് യേശു ആണെങ്കിൽ നിന്റെ ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിരിക്കും. ഹല്ലേലൂയാ. വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറാൻ അവൻ മനുഷ്യനല്ല, പച്ച മാംസവും പച്ച രക്തവുമുള്ള ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയാ. ജമാല പ്രാർത്ഥനയൊന്നും എടുത്ത് ജമാലയൊന്നും എടുത്ത് കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്നത്തെ സ്പെയിന് താത്തിട്ടോ ഇന്നത്തെ സ്പെയിന് പോർച്ചുഗൽ, നമുക്കറിയാം. ജർമ്മനി സ്പെയിന് പോർച്ചുഗൽ ഇതൊക്കെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങൾ, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ. അവിടുത്തെ നാട്ടുരാജ്യങ്ങളായിരുന്നു ലിയോൺ ഗലീഷ്യ. അവിടുത്തെ ഒരു നാട്ടുരാജാവായിരുന്നു അലോഷ്യസ്. ഈ അലോഷ്യസ് ഒരു ജപമാല ഭക്തനായിരുന്നു, മാതൃഭക്തനായിരുന്നു. ജപമാല അങ്ങനെ ഈ രാജാവ് ചൊല്ലിയിരുന്നില്ല. പക്ഷേ അരപ്പട്ടയില് ജപമാല ഇങ്ങനെ തൂക്കിയിടും. നിങ്ങൾ കണ്ടിട്ടുള്ള സിസ്റ്റേഴ്സ് ഒക്കെ അരപ്പട്ടയില് ജപമാല തൂക്കിയിടുന്നല്ലേ, അവരുടെ ഒരു അരക്കെട്ടുണ്ട്, അത് ഇങ്ങനെ തൂക്കിയിടും. ഒരിക്കല് ഈ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഒരു മാരക രോഗം തനിക്ക് വരികയും, ഒരു മാരക രോഗം. തന്റെ രാജ്യത്തുള്ള വൈദ്യന്മാരെയൊക്കെ വിളിച്ചു നോക്കി, രോഗം കുറയുന്നില്ല. പല മരുന്ന് കഴിച്ചു. പുറത്തെ രാജ്യത്തിന് പുറത്തുള്ള നാട്ടിൽ വൈദ്യന്മാരെയൊക്കെ വിളിച്ചു. രോഗം കൂടുന്നതല്ല, ഒന്നും ചൊല്ലിയിട്ടില്ല. നമ്മൾ പറയാൻ ചൊല്ലാനൊന്നും സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അലോഷ്യസ് ജപമാല അരപ്പട്ടയിൽ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട്, രാജാവ് അരപ്പട്ടയിൽ ജപമാല തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ആ ഗ്രാമത്തിലെ, ആ രാജ്യത്തിലെ അനേകം മക്കള് ജപമാല ചൊല്ലാൻ കാരണമായി. അവര് പാപവഴികൾ ഉപേക്ഷിക്കാൻ കാരണമായി. അവര് മാതൃഭക്തരും ദൈവഭക്തരുമായി മാറിയിട്ട് അങ്ങനെ ഈ സ്വർഗത്തിലേക്ക് കടന്നു വന്ന ആത്മാക്കളും ഉണ്ടെന്ന് ഈ അമ്മ കൂട്ടിച്ചേർത്തു. ഹല്ലേലൂയാ. അപ്പോഴും ദൈവത്തിന് സന്തോഷമായി. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഒരു തുലാസ് കൊണ്ടുവരിക, ഒരു ത്രാസ് കൊണ്ടുവരിക. ഈ ത്രാസിന്റെ ഒരു തട്ടില് അലോഷ്യസ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പാപങ്ങൾ വെക്കുക, മറുതട്ടില് അലോഷ്യസ് രാജാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ജപമാല ഇങ്ങനെ തൂക്കി കിട്ടുന്ന കൈ പിടിച്ചിരുന്ന കണ്ടിട്ട് മറ്റുള്ളവര് ചൊല്ലിയ ജപമാല പ്രാർത്ഥനയുടെ പുണ്യങ്ങളും സുഹൃതങ്ങളും വെക്കുക. അങ്ങനെ വെച്ചപ്പോഴെന്റെ പ്രിയപ്പെട്ടവരെ എന്തു പറ്റി? ജപമാലയുടെ തട്ട് താടിരുന്നു. പാപങ്ങളൊക്കെ മാഞ്ഞുപോയി. ഉടനെ സ്വർഗത്തിലേക്ക്, നിത്യസമ്മാനത്തിലേക്ക് ഈ അലോഷ്യസ് രാജാവിനെ ദൈവം എടുത്തു. പെട്ടെന്ന് ഇദ്ദേഹം സ്വപ്നത്തിൽ നിന്ന്, സ്വപ്നമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. രാജാവ് പറയുകയാണ്, ഉടനെ വിളിച്ചു പറയുകയാണ്, നരകസാത്താന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച പരിശുദ്ധ കന്യക മാതാവും അവളുടെ ജപമാലയും വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ഈ ജപമാല ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, ദൈവപിതാവിന്റെ സ്വരമാണ്. ലൂക്കാ 1:28 വചനമാണ്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഇത് പിശാചിന് ഇഷ്ടമല്ല, അവൻ ഓടിപ്പോകും. ഹല്ലേലൂയാ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് എലിസബത്ത് പറഞ്ഞതാണ്, അത് വചനമാണ്. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരാൾ ഉദ്ഘോഷിക്കപ്പെടുന്നത് ആരുടെ വാക്കുകളാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. ഹല്ലേലൂയാ.
പിന്നീട് സഭയുടെ നമ്മുടെ പ്രാർത്ഥനയാണ്. 5ഓളം മാർപ്പാപ്പമാര് പ്രാർത്ഥിച്ച് എഴുതി തന്ന പ്രാർത്ഥനയാണ്. ഇന്നസെന്റ് മാർപ്പാപ്പ ഉൾപ്പെടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, യാത്രകൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല എല്ലാം ഉറങ്ങുന്നവരെയൊക്കെ ഉണർത്തി നമുക്ക് ജപമാലയൊക്കെ നല്ല പറയുമ്പോൾ ചൊല്ലി തുറന്നുള്ള നമ്മുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടാന്, ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടാന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും കർത്താവ് സ്വീകരിച്ചു കഴിഞ്ഞു. അതിനെ ഓർത്തൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. ഒന്ന് മാത്രം ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കേ, ബാക്കിയെല്ലാം അതോടൊപ്പം തരപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കള്ളം പറയുമോ? നമ്മുടെ കർത്താവ് വാക്കുമാറുമോ? അവൻ വാക്കുമാറത്തില്ല. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജപമാലയെടുത്ത് നമുക്ക് സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിന്റെ ദിവരഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുക. ജപമാലയുടെ കുരിശെ പിടിച്ച്, കുരിശിന്റെ അറ്റത്തെ പിടിച്ച്, കുരിശിന്റെ ചവിട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലി സ്വരമുയർത്തി പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രമാണം എന്ത്? വിമോചനത്തിന്റെ പ്രാർത്ഥനയാണ്. വിമോചനത്തിന്റെ പ്രാർത്ഥനയാണ്. അത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്, അല്ലേ? ഔദ്യോഗിക പ്രാർത്ഥനയാണ് വിമോചന വിശ്വാസ പ്രമാണം. നമ്മള് സാധാരണ ഞങ്ങൾ ആത്മായ സഹോദരങ്ങളുടെ ഒക്കെ പിന്നീട് ശക്തമായ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണത്തിന്റെ നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുക. കർത്താവിന്റെ ജനന രക്ഷാകര സംഭവം മുതല് കർത്താവിന്റെ രണ്ടാം മടങ്ങി വരെ യുഗാന്ത്യം വരെ നമ്മൾ അതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ജപമാല പഠിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും കർത്താവും രക്ഷകനുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലേക്ക് ഇറങ്ങി, മരിച്ചയിടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മനുഷ്യരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വരം ഉയർത്തി ചൊല്ലാമോ? എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വം എന്നേക്കും അങ്ങടേതാകുന്നു. ആരും ഉറങ്ങി പോകരുത്, ഒറ്റപ്പെട്ടു പോകരുത്. ഒറ്റപ്പെട്ടു പോലെ എല്ലാവരും ഒരുമിച്ച് ചെല്ലണം. നമുക്ക് പിന്നീട് അവസരമില്ല. ഇനി നമ്മളൊന്ന് പോവാ. ഇനി നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ചെന്ന് കൂടുന്നുണ്ടോ പ്രാർത്ഥിക്കാനായിട്ട്? ഇല്ല. നമ്മൾ ഇത്രയും പേര് എല്ലാവരും പേര് ഇനി യാത്രയുണ്ട്, പക്ഷെ എല്ലാവരും വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ കടന്നു പോകുന്ന ഓരോ നിമിഷവും ദൈവം നമുക്ക് കനിഞ്ഞു നൽകുന്നതാണ്. അപ്പൊ നമ്മൾ സമയം പാഴാക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഇഷ്ടമണവാട്ടിയുമായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ദൈവവിശ്വാസം, ദൈവശരണം, ദൈവസ്നേഹം എന്നീ പുണ്യങ്ങൾ ഉണ്ടായി വളരുവാൻ, വർദ്ധിക്കുവാൻ, ഫലമണിയുവാൻ അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് എപ്പോഴും മരണസമയത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യയിലെ പോലെ ഇപ്പോഴും
സന്തോഷത്തിന്റെ ദിവരഹസ്യങ്ങൾ നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഒന്നാം ദിവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗള വാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ പരിശുദ്ധ മറിയത്തെ അറിയിച്ചതിനെ പറ്റി നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഈ രഹസ്യത്തിൽ നമുക്ക് നിയോഗമായിട്ട് 800 കോടി മക്കളെ നമുക്ക് സമർപ്പിക്കാം. നാനാജാതി മതസ്ഥരെ നമുക്ക് സമർപ്പിക്കാം. 7 വൻകരകളെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ ലോക രാജ്യങ്ങളെയും അതിലെ ഭരണാധികാരികളെയും നമുക്ക് സമർപ്പിക്കാം. ഏഷ്യ ഭൂഖണ്ഡത്തെ നമുക്ക് സമർപ്പിക്കാം. ഭാരത രാജ്യത്തെ സമർപ്പിക്കാം. നമ്മുടെ അയൽ രാജ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഭാരതത്തിന്റെ പ്രസിഡന്റ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ ഗവർണർ, ജഡ്ജിമാര്, സ്പീക്കർമാര്, നിയമസഭ, പാർലമെന്റ്, എല്ലാ പ്രസ്ഥാനങ്ങള്, അധികാരങ്ങള് എല്ലാ ദൈവാത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ തിരുനാമം പരിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അയാളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അയാളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, പരിശുദ്ധ പരമാധികാരുണ്യ ഈശോയ്ക്ക് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചോണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ
സ്തുതിക്കുന്നു. നിന്റെ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട്, ജപമാല മണികളിൽ പിടിച്ചുകൊണ്ട്, അമ്മയുടെ നീലക്കാപ്പയെ പിടിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.